ഫാദറാണോ? ആ ഓക്കെ ഗുഡ്. ആ ഫോട്ടോ എടുത്തോ, കുഴപ്പമില്ല എടുത്തോ കേട്ടോ. ആ അമ്മയുടെ കഴിഞ്ഞിട്ടില്ല, അത് ഗൈനക്കോളജിസ്റ്റ് പറയും, ഞാൻ പീഡിയാട്രീഷ്യൻ അല്ലേ. ആ കുഞ്ഞിനെ എല്ലാം ഒന്ന് ചെക്കപ്പ് ചെയ്ത് നമ്മൾ നേഴ്സറി വെച്ചിട്ട് അമ്മയെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കയ്യിലേക്ക് വരാം കേട്ടോ. ശരി. ഞാൻ കാണുന്നത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് വെച്ചിട്ടാണ്. അപ്പം എന്താ പറയാ, ഫസ്റ്റ് കണ്ടപ്പോ തന്നെ കെവിൻ അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത്. എന്നെ ഡോക്ടറെ അടുത്ത് ബേബി ബോയ് ആണിട്ടോ എന്ന് തന്നെ കാണിച്ചപ്പോൾ തന്നെ എക്സാക്ട് കെവിനെ പോലെ തന്നെയായിരുന്നു. എനിക്ക് വേറെ ഒന്നും അതിലൊരു വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇവന് തന്നപ്പോ ഞാൻ എന്റെ മുഖത്തേക്ക് നോക്കി, ഇവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ഡിറ്റ് ഞാൻ തന്നെ. അപ്പൊ ഞാൻ ഓർത്തത് എന്താ അത്. പിന്നെ ഇപ്പൊ വന്നപ്പം കുറച്ചൊക്കെ ഒരു മുഖ്യായി മാറി, എവിടേക്കോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്നൊക്കെ ആരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കൂടുതലും കെവിന്റെ ജൂനിയർ കെവിനാന്നാണ് എല്ലാരും പറയുന്നത്. ഇവനെ ഞങ്ങളിപ്പോ വീട്ടില് ലീക്കുട്ട എന്നാണ് വിളിക്കുന്നത്. ഇവന്റെ പേര് ലിയാം എലിയാസ് കെവിൻ എന്നാണ്. ഞങ്ങൾ ലീമുത്തെ ലീക്കുട്ട അങ്ങനെയൊക്കെ വീട്ടിൽ വിളിക്കുന്നുണ്ട്. ഇവൻ വന്നേ പിന്നെ ലൈഫ് മൊത്തം മാറി മറിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ച് രണ്ടുപേരുടെയും എല്ലാം മാറി. യൂഷ്വൽ റൊട്ടീൻ എല്ലാം മാറി. പിന്നെ ബാക്കി ഞങ്ങൾ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മാറി. ഇവിടെ ക്യാരക്ടറിൽ കുറെ വ്യത്യാസങ്ങൾ വന്നു. അതിങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. കുറെ പേരുകൾ ബോയ് ബേബിക്കും ഗേൾ ബേബിക്കും വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം ഗേൾസിന് നമുക്ക് കുറെ പേരുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബോയ്സിന്റെ പേര് ഭയങ്കര നല്ല പേരുകൾ ഭയങ്കര റെയർ ആയിട്ട് തോന്നി. അവസാനം ഗിഫ്റ്റ് തന്നെയാണ് നേരത്തെ നോക്കി വെച്ചു, എല്ലാം വെച്ചു എഴുതി തന്നിട്ടുണ്ട്. സ്പെല്ലിന് ഞാൻ തെറ്റിക്കാണ്ടിരിക്കാൻ അതുവരെ എനിക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു, ബർത്ത് സർട്ടിഫിക്കറ്റിൽ എഴുതി കൊടുക്കാനായിട്ട്. അപ്പോ അതനുസരിച്ച് തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡും കൂടെയാണ്. രണ്ട് ഫാമിലിയിലെയും ഫസ്റ്റ് കുട്ടികളാണ് ഞങ്ങള്. അപ്പൊ അവരുടെ ആദ്യത്തെ ഗ്രാൻഡ് ചൈൽഡിനാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെപ്പോൾ തന്നെ ഗ്രാൻഡ് പേരൻസും അതുപോലെ ഞങ്ങളുടെ സിബ്ലിംഗ്സും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരും ഒരു പുതിയ ഫേസ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ സംബന്ധിച്ച് ഇപ്പോ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇവൻ ജനിച്ച് ഗിഫ്റ്റിയുടെ വീട്ടിലായിരുന്നു ഒരു 3 months. അന്നേരം ഗിഫ്റ്റിയുടെ അമ്മ നന്നായിട്ട് പാടും, ഗിഫ്റ്റ് നന്നായിട്ട് പാടും, ഗിഫ്റ്റിയുടെ ബ്രദർ നന്നായിട്ട് പാടും. എല്ലാവരും പാടുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവർ ഓരോ ദിവസം ഓരോ പാട്ടുകൾ ഉണ്ടാക്കി പാടുന്നുണ്ട്. അത് കൂടെ ആദ്യമൊക്കെ ഉണ്ടാക്കി പാടി, പുള്ളിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി പാടിയാൽ മതി. അതിനുശേഷം ഇപ്പൊ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളുണ്ട്. ഇപ്പൊ അതില്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല. അത് ശരിക്കും നമ്മൾ അത്ഭുതപ്പെടും.